ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് തേഴ്സ്ഡേയുടെ എനർജിയാണ്, അതായത് മെയ് 8 മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെയും പോലെ നിങ്ങൾ ഫസ്റ്റ് പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം. അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള ഒരെണ്ണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെയ് 8 എനർജീസ് എന്താണ്. താങ്ക് യു. ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കോൺഫിഡൻസിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, പല സിറ്റുവേഷൻസും നിങ്ങളെ ചാലഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് ലൈഫിലെ പോസിറ്റിവിറ്റി, നല്ല എനർജീസിലോട്ട് അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. നഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജിയിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ പോകുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാനായിട്ട്, അവിടെ ഒരു ഷിഫ്റ്റ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ചേഞ്ച്, മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി പെയിൻ, ഒത്തിരി വിഷമം, ഒത്തിരി ഇമോഷണൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് സറണ്ടർ ചെയ്യാനായിട്ട്, ആ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്ത് വിഷമിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് പകരം ലൈഫിലെ ഹാപ്പിനെസ്, സന്തോഷങ്ങൾ എന്തൊക്കെയാണ് അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹാർട്ട് ചക്ര ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടാത്തപ്പോൾ പെട്ടെന്നൊരു മൂഡ് ഓഫിൻ്റെ എനർജി, ലോ വൈബ്രേഷനിലോട്ട് പോകുന്നതായിരിക്കാം. ടെമ്പററി സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്ത് എഫേർട്ടാണ് കൊടുക്കേണ്ടത്, എന്ത് കർമ്മയാണ് ചെയ്യേണ്ടത്, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ കുറച്ച് പേർക്ക് ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഓവറോൾ നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ പല സിറ്റുവേഷനിൽ നിന്നും ഓവർകം ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. താങ്ക് യു. കൂടുതലായിട്ട് നോക്കാം. ടവറിൻ്റെ എനർജിയാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ എനർജീസ് ഇന്ന് വരുന്നുണ്ടാകാം. അപ്പോൾ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ട്. ക്യൂൻ ഓഫ് വോൺസ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻസിൻ്റെ എനർജി. ബോൾഡായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പാഷൻസ് അതെന്താണോ അതിലോട്ട് നിങ്ങളുടെ എനർജി തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രോബ്ലം കൊണ്ടാകണം എന്നില്ല. നമുക്ക് ചുറ്റും എന്തെങ്കിലുമൊക്കെ എനർജീസ് ഉണ്ടാകാം. അത് നിങ്ങളെ ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്നതുമാകാം. അപ്പോൾ കുറച്ചും കൂടെ ബോൾഡായിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളെ പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ്, എന്തെങ്കിലും എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ടെമ്പററി സിറ്റുവേഷൻസ് ആയിരിക്കാം. അവിടെ നിന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ന്യൂ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ, ന്യൂ പാഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുവഴി എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ സത്യം, നിങ്ങളുടെ ട്രൂത്ത്, നിങ്ങളുടെ ലൈറ്റ് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിലായിരിക്കാം. കുറച്ച് പേർക്ക് ഒത്തിരി ഈഗോയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമായിരിക്കാം എന്തെങ്കിലും ഈഗോ ക്ലാഷസ് ആയിരിക്കാം. അപ്പോൾ അവിടെയും കുറച്ചൊരു ശാന്തി, സമാധാനം നിലനിർത്താനായിട്ട് ശ്രമിക്കുക.
അതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 10 of Wands കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സക്സസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഒത്തിരി ഊർജം നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ടാകാം. ഇൻസ്പിറേഷൻ നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ടാകാം. ആൻസെസ്ട്രൽ സപ്പോർട്ടായിരിക്കാം കുറച്ച് പേർക്ക്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ഇവിടെ 2 ഏസസ് വന്നിട്ടുണ്ട്. ഒരു ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് വരുന്നതാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജി, പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കാം. അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനൽ ഗൈഡൻസ് നോക്കാം. താങ്ക് യു. ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ ദെയർ. നിങ്ങളെ കുറച്ചും കൂടെ ബിലീവ് ചെയ്യാനായിട്ട്, ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങളെക്കൊണ്ട് കഴിയത്തില്ല, പോസിബിൾ അല്ല, അങ്ങനത്തെ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കുക, മുന്നോട്ട് പോവുക. എന്താണോ ചെയ്യേണ്ടത് കർമ്മ, അതിൽ ഫോക്കസ് ചെയ്യുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെയ് 8 എനർജി എന്താണ്? താങ്ക് യു. ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി. ഇന്ന് നിങ്ങളോട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സാഡ്നെസ്, എന്തെങ്കിലും സിറ്റുവേഷൻസ് മറികടക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ ഒരു വിക്ടിമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലോ വൈബ്രേഷൻ എനർജി കൂടെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ കോൺഫിഡൻസ് എനർജിയിൽ ഇരുന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഗ്രൗണ്ടിങ്ങിൻ്റെ എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നിങ്ങളുടെ റൂട്ട് ചക്ര കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2 ഇന്ന് ഓവറോൾ ഒത്തിരി ഹീലിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സിലും ഒത്തിരി എനർജീസ് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. കുറച്ച് പേർക്ക് അൺനോൺ ആയിട്ടുള്ള എനർജി, ക്ലാരിറ്റി ഇല്ലാതെ, വ്യക്തത ഇല്ലാതിരിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം, പക്ഷെ അത് എന്ന് സംഭവിക്കും, എന്നാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ലഭിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ കുറച്ച് പേരെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊരു പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഗ്രോത്തിന്, എൻ്റെ ലൈഫിൽ പോസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന എനർജീസ് കറക്റ്റായിട്ട് എൻ്റെ ലൈഫിലോട്ട് വരുന്നതാണ്. അത് വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വേൾഡിലും വന്നിട്ട് ഇവിടെ നിങ്ങൾ കുറേ കൂടെ വേൾഡായിട്ട്, സൊസൈറ്റി ആയിട്ട്, കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഗവൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻ്റർനെറ്റായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയും ഈ ഒരു ദിവസം ഫോക്കസിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അവിടെ ഒരു ബാലൻസ്, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് കറക്റ്റായിട്ടുള്ള കമ്പനി, കറക്റ്റായിട്ടുള്ള എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലൈഫിലെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ട്, ഇവിടെ ഡെവൽ പോലെ എന്തെങ്കിലുമൊക്കെ ലോ വൈബ്രേഷൻ എനർജീസ്, ടെംപ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടെങ്കിൽ അതിനോട് നോ പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്യൂരിറ്റി, നിങ്ങളുടെ ആ ഒരു ക്ലെൻസിങ് എനർജിയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ റൈറ്റ് കമ്പനി, റൈറ്റ് എൻവയറമെൻറ്റ് ചൂസ് ചെയ്യുക. കുറച്ച് പേർക്ക് വിദ്യ, അറിവിൻ്റെ എനർജിയാണ്. സരസ്വതി ദേവിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയായിട്ടും കണക്ട് ചെയ്യുക.
അതും നിങ്ങളെ ഈ ഒരു ദിവസം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിരിക്കാം, പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അവിടെയും കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക, നിങ്ങൾക്ക് കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് സോഡ്സ്, 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. എന്തെങ്കിലും ടെൻഷൻസ്, എന്തെങ്കിലും സഫറിങ്സ്, കുറച്ച് പേർക്ക് ബോഡി പെയിൻ ആയിരിക്കാം, കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ആ പെയിൻ, ആ വിഷമങ്ങൾ കുറച്ച് പേർക്ക് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് ചക്ര ഹീലിംഗ് ഈ ഒരു ദിവസം പോസിബിൾ ആകുന്നതാണ്. കുറച്ച് പേർക്ക് അതിന് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാകാം, കുറച്ച് പേർക്ക് കൊലാബറേഷൻ്റെ എനർജി ആയിരിക്കാം. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂണിലും അത് തന്നെയാണ് പറയുന്നത്. സിറ്റുവേഷൻസ് മറികടക്കാനായിട്ട്, ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എനർജീസ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരികമായിട്ടുള്ള എനർജി നിങ്ങൾ കറക്റ്റായിട്ട് ചാനൽ ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഫേവറിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. എന്തെങ്കിലുമൊക്കെ ടോക്സിക് ആയിട്ടുള്ള എനർജീസ് ഉണ്ടെങ്കിൽ അതിനോട് നോ പറയാനായിട്ടും ശ്രമിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫൈനൽ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. പൈൽ നമ്പർ 2ൻ്റെ ഇവിടെ അഡ്വെഞ്ചർ ഈസ് ഔട്ട് ദെയർ, ഇറ്റ്സ് എ ന്യൂ ഡേ. ഇവിടെ ഒത്തിരി കാർഡ്സ് വന്നിട്ടുണ്ട്, ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല, എന്നാലും വായിക്കാം. ലിവ്, ലാഫ്, ലവ്, യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്, നെവർ സ്റ്റോപ്പ് എക്സ്പ്ലോറിങ്. നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, കൂടുതൽ ലേൺ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട് ശ്രമിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, സ്നേഹം, കമ്പാഷൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ പാസ്റ്റിലെ എനർജീസ് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. ഒത്തിരി എനർജീസ് എനിക്ക് മുന്നിലുണ്ട്, ഒത്തിരി അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, അഡ്വെഞ്ചർ എൻ്റെ മുന്നിലുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നതാണ്, കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കുന്നതാണ്. അതെൻ്റെ ലൈഫിലോട്ട് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് എന്നെ സഹായിക്കുന്നതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു എനർജി നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രാക്റ്റ്, എന്തെങ്കിലും എനർജീസ് എൻഡാകുന്ന ഒരു ടൈം പീരീഡും ആയിരിക്കാം. അപ്പോൾ അവിടെയും കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. നിങ്ങൾ പുതുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടുള്ള എനർജി, എന്തെങ്കിലും മറന്നു പോകുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കാം, എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യേണ്ട, എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അത് ശ്രദ്ധിക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.